മനോഹരമായ സിനിമ, അടിപൊളി സിനിമ പറഞ്ഞാൽ അടിപൊളി സിനിമ, ഫീൽ ഗുഡാണ് പടം. പക്ഷേ മൊത്തത്തിൽ പൊളിച്ചടിക്കും. ആ, നിവിൻ പോളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളിയാണ് ഏറ്റവും സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ്സ് നിവിൻ പോളി തരുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും ഇപ്പോൾ എന്തുവാണ് വിനീത് ശ്രീനിവാസൻ എന്തുവാണ് ക്രിഞ്ചാണ് അതാണ് പറയും. പക്ഷേ തിയേറ്ററിൽ പടം വർക്കാക്കാനും പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. പുള്ളി ഒരു സിനിമ പോലും പരാജയപ്പെട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് മ്യൂസിക്കായാലും കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വെല്ലുവിളിയായിരുന്നു. മ്യൂസിക് കൊണ്ടായാലും ഫീൽ ഗുഡ് കൊണ്ടായാലും എല്ലാം കൊണ്ടും തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ സിനിമ. പ്രണവ് മോഹൻലാലും അടിപൊളിയാണ്, ധ്യാൻ ശ്രീനിവാസനും അടിപൊളിയാണ്. നമുക്ക് അവരുടെയൊക്കെ ഒരു വയസ്സായ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു നിമിഷം പോലും അയ്യെന്ന് തോന്നത്തില്ല. അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി സിനിമയാണ്. നമുക്ക് മനോഹരമെന്ന് പറയുന്നത് അത്ര രീതിയിൽ. ഇന്റർവ്യൂ സ്റ്റാർ മാറി ഇനി തിയേറ്റർ സ്റ്റാർ ആയ ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു പെർഫോമൻസ് ആണ്. പുള്ളിയുടെ ഒരു ടാലൻറ്റ് അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന നടനാണ്. പക്ഷെ സംവിധായകനെ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളി നല്ലൊരു ആക്ടറാണ്. പുള്ളി ഇതേണക്കുള്ള മോശം പടങ്ങൾ ചെയ്ത് നിൽക്കേണ്ട ഒരാളല്ല. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. അപ്പം ഈ മനോഹരമാണ്. പിന്നെ എടുത്തു പറയാനുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എന്താണ്? മ്യൂസിക്. പിന്നെ എന്താണ് മ്യൂസിക് അടിപൊളിയാണ്. പിന്നെ എന്താണ് നമ്മൾ വിചാരിച്ചൊരു ഡ്രാമ മാത്രമാണ്. ഡ്രാമ മാത്രമല്ല, നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും കിട്ടില്ലാണ്. ഹൃദയത്തെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൃദയത്തെക്കാട്ടി ഫാർ ബെറ്ററാണ് ഈ പടം. അപ്പം നമുക്ക് ക്രിഞ്ച് ഒന്നും ഇതിനകത്ത് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. കൂടുതൽ കമന്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ചെന്നൈ ബേസ്ഡ് സ്റ്റോറിയാണ് വിനീത് ശ്രീനിവാസൻ. ആ സിനിമയ്ക്ക് ആവശ്യമാണ് ഈ ചെന്നൈ. ഒരു നമുക്കറിയാം, ഒരു പണ്ട് കാലത്ത് ഒരു സിനിമാ സ്വപ്നങ്ങൾ നടക്കുന്നവരെല്ലാം ചെന്നൈയിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എസ്പെഷ്യലി സിനിമാ പ്രേമികൾക്ക് അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ് സിനിമ. അപ്പോൾ ആ ക്ലൈമാക്സ് എല്ലാം ഭയങ്കര ഇൻസ്പിറേഷനാണ് സിനിമ. എല്ലാം അടിപൊളി, എല്ലാം സൂപ്പറാണ്. ബ്ലോക്ക് ബസ്റ്റർ പടം. സിനിമ, സൗഹൃദം, സംഗീതം മൊത്തത്തിൽ അടിച്ചു പൊളിച്ചേക്കുന്നത്. വിനീതിന്റെ ഓൾ ടൈം ബെസ്റ്റ് ഇടലം പടം. അപ്പം ഒരു 3 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു സിനിമ. അപ്പം നമ്മൾ സമയം പോകുന്നത് അറിയത്തില്ല. ഇമോഷൻസിന് പാട്ട്, നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം എല്ലാം ഉണ്ട് കേട്ടോ. പ്രണവ് മോഹൻലാലിനെ ഗെറ്റപ്പ്. പ്രണവിന്റെ ഒരു ആക്ടറിന്റെ വേറെ സൈഡ് കാണാൻ പറ്റുന്ന ഗംഭീരമായിട്ടാണ്. സൂപ്പർ പടം, മനസ്സ് നിറഞ്ഞു. അപ്പോൾ സോങ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ലാലേട്ടന്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും എന്തൊക്കെയാണ് പറയുന്നുണ്ട്. പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട് കേട്ടോ. പുതിയൊരു നിവിൻ പോളിയുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ മുകളിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം ത്രൂ ഔട്ട് ഒരു ഫ്രണ്ട്ഷിപ്പാണ്. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് സിനിമ? നല്ല സൂപ്പർ പടം. ഒരു വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് പടം. ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്, കോമഡി, ത്രില്ലർ എല്ലാം ഉള്ള ഒരു 100% നല്ല പടം. ഇന്റർവ്യൂകളെല്ലാം നല്ല ഹിറ്റായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ വിനീതിന്റെ എല്ലാം അടിപൊളി. സിനിമ കണ്ടപ്പോഴത്തേക്ക് എങ്ങനെ തോന്നി? എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് ധൈര്യമായിട്ട് ഒന്ന് കാണാൻ പറ്റും. ധൈര്യമായിട്ടൊന്ന് കാണാം. സിനിമ കൊള്ളാം, നല്ല സിനിമ, ഒന്നും പറയില്ല. ഫാമിലിക്കൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ധ്യാന്റെയും നമ്മളെ പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ കോംബോ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കാണേണ്ട സിനിമ. നിവിൻ പോളി എങ്ങനെയുണ്ട്? നിവിൻ പോളിയുടെ നല്ലൊരു കംബാക്ക് കൂടിയാണോ ഈ സിനിമ? ആണ്. എങ്ങനെയുണ്ട്? ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. എങ്ങനെയുണ്ട്? വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. കണ്ടിരിക്കും, ഉറങ്ങിയൊന്നുമില്ല. ശേഷം കുഴപ്പമില്ലാത്ത പടം. ഇപ്പൊ ഇന്റർവ്യൂസിനൊക്കെ ഹിറ്റാണ്. അപ്പം എങ്ങനെയുണ്ട് സിനിമ കണ്ടപ്പോഴത്തേക്ക്? എങ്ങനെ തോന്നി? കാസ്റ്റിംഗ് ഒക്കെ കുഴപ്പമില്ല.